നമ്മൾ എടുക്കാൻ പോകുന്നത് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ നന്നായി പഠിക്കുക. അതെനിക്ക് തോന്നുന്നു ഒരുപാട് തവണ എക്സാമിന് തിയറി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബഡ്ജറ്റിൻ്റെ ഉദ്ദേശം എന്തിനാണ്? ബഡ്ജറ്റ് എന്താ? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? അതായത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, സംയോജിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ബഡ്ജറ്റ് സഹായിക്കുന്നു. അതുപോലെ അൺസർട്ടനിറ്റീസ് അല്ലേ? അൺസർട്ടനിറ്റീസ് പറഞ്ഞാൽ എന്താ? അതായത് ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോസിബിലിറ്റീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഈ ബഡ്ജറ്ററി കൺട്രോൾ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം അല്ലേ? ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മളെ സഹായിക്കുന്നു. അതുപോലെ പ്ലാൻ ആസൂത്രണം ചെയ്യാനും ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ സഹായിക്കുന്നു. അതുപോലെ ഒരു സ്ഥാപനത്തിലെ പല പല ഇൻഡിവിജ്വൽസിൻ്റെ പല പല വ്യക്തികൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു 5 or 6 പഠിച്ചു വയ്ക്കുക. അതുപോലെ ടു എലിമിനേറ്റ് വേസ്റ്റേജ് ഇല്ലേ? വേസ്റ്റേജ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാം. ഒരു 5 or 6 പോയിന്റ് എന്തായാലും ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വയ്ക്കുക. ക്ലിയർ? യെസ്. ഇനി റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബഡ്ജറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിനകത്ത് സീറോ ബേസ് ബഡ്ജറ്റ് ഉണ്ട്, പെർഫോമൻസ് ബഡ്ജറ്റ് ഉണ്ട്, പ്രോഗ്രാം ബഡ്ജറ്റ് ഉണ്ട്, ലേണിംഗ് കർവ് ഉണ്ട്, റോളിംഗ് ബഡ്ജറ്റ്, കേസ് ആൻഡ് ബഡ്ജറ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ്. അതിൽ ZBB എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ZBB വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ZBBയുടെ ഫുൾ ഫോം? 2 മാർക്കിനൊക്കെ എപ്പോഴും വരുന്നതാണ്. എന്താ ZBB എന്ന് പറഞ്ഞാൽ? സീറോ ബേസ് ബഡ്ജറ്റിംഗ്. അപ്പോൾ ZBB എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താണ് ZBB എന്ന് പറഞ്ഞാൽ? സീറോ ബേസ് ബഡ്ജറ്റിംഗ്. അതായത് ഇറ്റ് ഈസ് എ ന്യൂ മാനേജ്മെൻറ്റ് ടെക്നിക്ക്. അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ഇറ്റ് എയിംസ് അറ്റ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സുകൾ. അതായത് ചിലവ് കുറയ്ക്കുകയും റിസോഴ്സുകളെ നമുക്ക് എങ്ങനെ മാക്സിമം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. The concept of zero-based budgeting was first put forward in a crude form by E. Hilton in 1924. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1924 ഇയാളാണ് എന്ത് ചെയ്തത്? ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അടുത്ത പാരഗ്രാഫിലുണ്ട്. അപ്പോൾ എന്താണ് ZBB എന്ന് പറഞ്ഞാൽ? സീറോ ബേസ്ഡ് ബഡ്ജറ്റ് ആണ്. ഒരു ന്യൂ മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഇത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ എയിം എന്താ? കോസ്റ്റ് റിഡക്ഷനും ഒപ്റ്റിമൽ യൂട്ടിലൈസേഷനും റിസോഴ്സുകളുമാണ്. അണ്ടർ ട്രഡീഷണൽ ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ബഡ്ജറ്റ് അല്ലേ? അതായത് ട്രഡീഷണൽ ബഡ്ജറ്റിൽ എങ്ങനെയാണെന്നറിയോ? ഇതൊരു ന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ പണ്ടത്തെ ബഡ്ജറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റ് നോക്കിയിട്ടാണ്. പ്രീവിയസ് ഇയറിൻ്റെ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ശരിയല്ലേ? അല്ലേ? പക്ഷേ ZBB അങ്ങനെയല്ല. ZBB എന്ന് പറഞ്ഞാൽ തന്നെ ബേസ് ഇല്ല നമുക്ക്. പ്രീവിയസ് നമുക്കില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നേ തുടങ്ങില്ലേ? അപ്പോൾ ZBB സ്റ്റാർട്ട്സ് ഫ്രം 0 ആണ്. മനസ്സിലായോ? അപ്പോൾ ZBB ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ ചെയ്യണേ? അല്ല. ഇതൊരു ന്യൂ ഫ്രഷ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് പോലെ നമ്മൾ സീറോ ബേസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബഡ്ജറ്റിനെയാണ് സീറോ ബേസ് ബഡ്ജറ്റ് എന്ന് പറയുക. എവറി ഇയർ ഈസ് ടേക്കൺ ആസ് എ ന്യൂ ഇയർ. കണ്ടോ? എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂ ഇയർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ആൻഡ് പ്രീവിയസ് ഇയർ ഈസ് നോട്ട് ടേക്കൺ. ഇവിടെ നമ്മൾ ഒരിക്കലും പ്രീവിയസ് ഇയർ ഒരു ബേസ് ആയിട്ട് നമ്മൾ ഒരിക്കലും എടുക്കുന്നില്ല. ക്ലിയർ ആയോ? അപ്പോൾ എല്ലാവരും ഈ സീറോ ബേസ് ബഡ്ജറ്റ് പഠിക്കണം കേട്ടോ. അതുപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കണേ. ഫിക്സഡ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റും തമ്മിൽ ഡിഫറൻസ്. ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അത് ഡി നോട്ട് ചേഞ്ച് ആണല്ലേ? ഒരിക്കലും എന്ത് ചെയ്യില്ല? മാറില്ല. ഫ്ലെക്സിബിൾ ആണെങ്കിലോ കണ്ടീഷൻസ് മേ ചേഞ്ച്. കണ്ടീഷൻസ് എന്താവാം? ചേഞ്ച് ആവാം. ഇനി ഫിക്സഡ് ബഡ്ജറ്റ് എന്താ? കേട്ടില്ല. എന്താ പറഞ്ഞത്? ഒന്ന് കേട്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ. ഫിക്സഡിനകത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തതും ആക്ച്വലി സംഭവിച്ചതും തമ്മിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പരസ്പരം കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഫിക്സഡിലില്ല. പക്ഷേ ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്തുണ്ട്? ആക്ച്വലും പ്ലാൻഡും ആയിട്ടുള്ള കോസ്റ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാം. 3, കോസ്റ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. അതായത് കോസ്റ്റിനെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, അങ്ങനെ സെമി വേരിയബിൾ കോസ്റ്റ്, അങ്ങനെ നമ്മൾ ഒരിക്കലും തരം തിരിച്ചിട്ടല്ല ഫിക്സഡ് ബഡ്ജറ്റിൽ എഴുതുക. പക്ഷേ ഫ്ലെക്സിബിൾ ആണെങ്കിലോ വേരിയബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കോസ്റ്റുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക.
ഇനി ഫിക്സഡ് ബഡ്ജറ്റ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ഒരു സ്പെസിഫിക് ലെവൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലോട്ടായിരിക്കും നമ്മൾ ഫിക്സഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. മറ്റേതാണെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഇവിടെ നോട്ട് യൂസ്ഫുൾ ഫോർ കൺട്രോൾ പ്രൈസ് ഫിക്സേഷൻ. ഒരിക്കലും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൈസ് വില നിശ്ചയിക്കാനോ ഒരിക്കലും നമ്മൾ എന്ത് സഹായിക്കില്ല? ഫിക്സഡ് ബഡ്ജറ്റ് സഹായിക്കില്ല. ഫ്ലെക്സിബിൾ അങ്ങനെയല്ല, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും പ്രൈസിങ് ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ 5 മാർക്കിന് ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ അല്ലേ? എന്ന് റെസ്പോണ്ട് ചെയ്തേ. നമുക്കിനി ക്യാഷ് ബഡ്ജറ്റിലോട്ട് പോയാലോ? ബികോമാർക്ക് ഈ ക്യാഷ് ബഡ്ജറ്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. PBAക്ക് ക്യാഷും ഫ്ലെക്സിബിളും ഉണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ സ്ക്രീൻ? ഇത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ക്യാഷ് ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരിക കേട്ടോ. വരുവാണെങ്കിൽ ഇത് essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. XYZ ലിമിറ്റഡ് വിഷസ് ടു പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ. എന്ന് മുതൽ ഇന്ന് വരെയുള്ള ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ അടിയിൽ വരയ്ക്കുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ 3 കോളം വരയ്ക്കുക കേട്ടോ. കത്തിയോ? കോളം വരയ്ക്കണമെന്ന് മനസ്സിലായോ? ഓക്കെ. പ്രിപ്പയർ എ ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദി എബവ് പീരീഡ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്ക് ജൂണിലെ സെയിൽസും പർച്ചേസും വേജസും തന്നിട്ടുണ്ട്, ജൂലൈയിലെ സെയിൽസും പർച്ചേസും വേജസും തന്നിട്ടുണ്ട്, ഓഗസ്റ്റിലെ സെയിൽസും പർച്ചേസും വേജസും തന്നിട്ടുണ്ട്, സെപ്റ്റംബറിലെ സെയിൽസും പർച്ചേസും വേജസും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു മാസത്തെ കൂടുതൽ തന്നിട്ടുണ്ട്. ഏത് മാസത്തെ? ജൂണിൽ. ഫിദൊന്നും ജോയിൻ ചെയ്തിട്ടില്ലേ? ഫിദ ഇല്ലേ ക്ലാസ്സിൽ? ശ്രദ്ധിച്ചിരുന്നോ? അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു അത് റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് പോലെയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റെസിറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. റെസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെസീറ്റ്സ്. നമുക്ക് കിട്ടുന്നതൊക്കെ എഴുതാം. എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ക്ലോസിംഗ് ബാലൻസ്. ക്ലിയർ ആണോ? കിട്ടുന്നതൊക്കെ എല്ലാം ആഡ് ചെയ്തിട്ട് ആ കിട്ടിയ പൈസയിൽ നിന്ന് പേയ്മെൻറ്റുകൾ എത്രയാണോ വരുന്നത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസ്. ക്ലിയർ? അപ്പോൾ അതിന് രൂപരേഖ കിട്ടിയോ? എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. 50% ഓഫ് ദ സെയിൽസ് ആർ ഫോർ ക്യാഷ് ആൻഡ് 50% ഫോർ ക്രെഡിറ്റ്. എന്താ അതിൻ്റെ അർത്ഥം? 50% ഓഫ് ദ സെയിൽസ് ആർ ഫോർ ക്യാഷ് ആൻഡ് 50% ഫോർ ക്രെഡിറ്റ് എന്ന് പറയുന്ന അർത്ഥം അതായത് ഈ സെയിൽസ് തന്നിട്ടില്ലേ മക്കളെ, ഓരോ മാസത്തെ സെയിൽസ് തന്നിട്ടില്ലേ, അതിലെ പകുതി പൈസ 50% പറഞ്ഞ പകുതി എന്നല്ലേ അർത്ഥം അല്ലേ? പകുതി സെയിൽസ് ക്യാഷ് സെയിൽസ്, ബാക്കി പകുതിയോ കടമായിട്ടാണ് വിറ്റേക്കണേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ കടമായിട്ട് വിറ്റാൽ ഒരു ബിസിനസ്സിന് എന്താ ഉണ്ടാവുക? ഡെറ്റർ ആണോ ക്രെഡിറ്റർ ആണോ? ഡെറ്റർ അല്ലേ ഉണ്ടാവുക. പൈസ തരാനുള്ള ആളല്ലേ. കടമായിട്ട് വിൽക്കല്ലേ ചെയ്യണേ. വിൽക്കുമ്പോൾ അവർ സാധനം വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്, പൈസ തന്നിട്ടില്ല. അപ്പോൾ പൈസ തരാനുള്ള ഒരു ഡെറ്റർ എന്നല്ലേ പറയാ? ഓക്കെ. ദ ക്രെഡിറ്റ് സെയിൽസ് ആർ റിയലൈസ് ഇൻ ദ മന്ത് ഫോളോയിങ് സെയിൽ. എന്താ അതിൻ്റെ അർത്ഥം? അത് സെൻറ്റൻസിലൊക്കെ മീനിങ് അറിഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല കേട്ടോ. ദ ക്രെഡിറ്റ് സെയിൽസ് ആർ റിയലൈസ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് സെയിൽ. എന്താ അതിൻ്റെ അർത്ഥം? ആർക്കെങ്കിലും അതിന്റെ അർത്ഥം പറയാമോ? ക്രെഡിറ്റ് സെയിൽസ് റിയലൈസ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് സെയിൽസ്. സെയിൽസ് നടന്ന മാസത്തില് ക്രെഡിറ്റ് സെയിൽസ് റിയലൈസ് ചെയ്തുന്നോ? അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ക്യാഷ് സെയിൽ ആക്കിയാ പോരായിരുന്നോ? എനിക്കറിയില്ല, സാർ പറഞ്ഞില്ല. വേറെ ആർക്കെങ്കിലും പറയണ്ടോ? ആരും പറയില്ല. തുടർന്നുള്ള സെയിലാണ് മനസ്സിലായതെന്നാണോ? അല്ല, ഇങ്ങനൊരു ലൈൻ വന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ? ദ ക്രെഡിറ്റ് സെയിൽസ് ആർ റിയലൈസ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് സെയിൽ. സെയിൽ നടത്തിയത് ഏത് മാസമാണോ അതിന് തൊട്ടടുത്ത മാസമാണ് ക്രെഡിറ്റ് സെയിൽസിന്റെ പൈസ കിട്ടിയതെന്ന്. കത്തിയില്ല. അതായത് ജൂണിലെ അതന്നെ. അപ്പൊ അതായത് ജൂണിലെ പൈസ, ജൂണിലെ സെയിലില് കടമായിട്ട് വിറ്റില്ലേ, അപ്പൊ അതിന്റെ പൈസ നമുക്ക് ഏത് മാസം കിട്ടുക? ജൂലൈയില്. ജൂലൈയിലെ കടമായിട്ട് വിറ്റതിന്റെ പൈസയോ ഓഗസ്റ്റില്. ഓഗസ്റ്റില് കടമായിട്ട് വിറ്റതിന്റെയോ സെപ്റ്റംബറിൽ. കത്തിയാ എല്ലാവർക്കും ക്ലിയർ ആയാ? ഓക്കെ.
ഇനി ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഓഫ് പർച്ചേസ്. ഇവിടെ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഹൂ ഈസ് ക്രെഡിറ്റർ? കിട്ടാനുള്ള ആള്. അങ്ങനെ പറയല്ലേ? നമ്മള് കടം കൊടുത്ത ആൾക്കാരാണോ? അതായത് ഡെറ്റർ എന്ന് പറഞ്ഞ ബിസിനസ്സിലോട്ട് പണം തരാനുള്ള ആള്. അത് കടമായിട്ട് വിൽക്കുമ്പോഴാണല്ലോ ഡെറ്റർ വരിക, പൈസ തരാനുള്ള ആള് വരിക ബിസിനസ്സിലോട്ട്, അല്ലേ? ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയും. നമ്മള് പൈസ കൊടുക്കാനുള്ള ബിസിനസ് പൈസ കൊടുക്കാനുള്ള ആള്. അതന്നെ. അതന്നെ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡെറ്റർ. ഓക്കെ. ഹൂ മണീസ് ഓസ് ടു ദ ബിസിനസ് ആണെങ്കിൽ ഡെറ്റർ, ഹൂം ദ ബിസിനസ് ഓസ് മണി, അല്ലെ? ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരെ ക്രെഡിറ്റർ എന്ന് പറയും, ശരിയല്ലേ? അപ്പോൾ ബിസിനസ് എപ്പോഴാണ് പൈസ കൊടുക്കാൻ ഉണ്ടാവുക? ബിസിനസ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഈ പർച്ചേസ് ഇല്ലേ മക്കളെ, അതായത് ഇവിടെ തന്നിട്ടുള്ള പർച്ചേസ് ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല, പിന്നെയോ ക്രെഡിറ്റർ ഉണ്ടാവണമെങ്കിൽ ആ പർച്ചേസ് എന്ത് പർച്ചേസ് ആയിരിക്കും? കടത്തിന് വാങ്ങിയത്. അങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്യണം കേട്ടോ. ഇവിടെ ക്രെഡിറ്ററിന് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞ കാരണം ക്രെഡിറ്റർ ഉണ്ടാകണമെങ്കിൽ, കടക്കാരുണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയതാ, അല്ലേ? അപ്പൊ ഈ കടക്കാർക്ക് നമ്മൾ എങ്ങനെയാ പൈസ കൊടുക്കണേ? ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഓഫ് പർച്ചേസ്. എന്തായിരിക്കും എൻ്റെ അർത്ഥം? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ. ഏത് മാസമാണോ പർച്ചേസ് ചെയ്തത് ആ മാസത്തിന്റെ പൈസ നമ്മൾ കൊടുക്കുന്നത് ഏത് മാസമാണ്? തൊട്ടടുത്ത മാസം. അപ്പൊ ജൂണിൽ പർച്ചേസ് ചെയ്ത 1,80,000 എന്നാ കൊടുക്കണ്ടാവുക? ജൂലൈയിൽ പർച്ചേസ് ചെയ്ത 1,90,000 ഓഗസ്റ്റില്. ഓഗസ്റ്റില് പർച്ചേസ് ചെയ്ത 1,44,000 സെപ്റ്റംബറിൽ. കത്തിയില്ലേ? ഓക്കെ. അടുത്തത് പ്ലാന്റ് കോസ്റ്റിംഗ് 20,000 ഈസ് ടു ബി പർച്ചേസ്ഡ് ഇൻ ജൂലൈ. ജൂലൈ മാസത്തിൽ പ്ലാന്റിലെ ഒരു 20,000 രൂപ വിലയുള്ള പ്ലാന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 50% ഓഫ് ദ സെയിം ഈസ് പെയ്ഡ് ഇൻ ദ മന്ത് ആൻഡ് റിമൈനിങ് 50% ഇൻ ദ നെക്സ്റ്റ് മന്ത്. എന്താ അതിന്റെ അർത്ഥം? ആ മന്തിൽ 50% നമ്മൾ പേ ചെയ്തു, ബാക്കിയുള്ളത് തൊട്ടടുത്ത മന്തിൽ കൊടുത്തു. അപ്പൊ 20,000-ലെ 10,000 രൂപ ജൂലൈയിൽ അടച്ചിട്ടുണ്ട്, ബാക്കി 10,000 ഓഗസ്റ്റിൽ അടച്ചിട്ടുണ്ട്. ക്ലിയർ? ഇനി ക്യാഷ് ബാലൻസ്. മിക്കവാറും ക്യാഷ് ബാലൻസ് ഫസ്റ്റ് മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റിനിൽ എല്ലാ ക്വസ്റ്റിനും തരും കേട്ടോ. അപ്പൊ നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ ക്യാഷ് ബഡ്ജറ്റ് വരയ്ക്കാൻ പറഞ്ഞേക്കണം. അപ്പൊ ജൂലൈയിലെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് എത്രയാ? 8,000. നമ്മൾ അത് ആദ്യം എഴുതാ. ഓപ്പണിംഗ് ബാലൻസ് ജൂലൈയിലെ 8,000. ക്ലിയർ ആണോ? ഇനി റെസീറ്റുകൾ എഴുതാം. റെസീറ്റ് എപ്പോഴേക്ക് ക്യാഷ് കിട്ടുക? സെയിൽ ചെയ്യുമ്പോൾ, അല്ലെ? സാധനങ്ങൾ വിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 50% ക്യാഷ് സെയിലുള്ളൂ. അപ്പോൾ ജൂലൈയിലല്ലേ നമ്മൾ ആദ്യം എഴുതാൻ പോണേ. അപ്പോൾ ജൂലൈയിലെ സെയിൽസ്, മൊത്തം സെയിൽസ് എത്രയാ മക്കളെ? 2,60,000. അതിന്റെ പകുതി ക്യാഷ് സെയിലാണ്. അപ്പോൾ തന്നെ ആ മാസം തന്നെ ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 1,30,000 ആണ് ക്യാഷ് സെയിൽസ്. ക്ലിയർ? കത്തിയോ? പകുതി 50% ക്യാഷ് സെയിൽ എന്നല്ലേ പറഞ്ഞത്. ബാക്കി 50% കടമായിട്ടാണ്. പക്ഷെ ആ പൈസ നമുക്ക് ആ മാസം കിട്ടൂലല്ലോ, ഓഗസ്റ്റിലല്ലേ കിട്ടുക. അപ്പൊ ജൂലൈയിൽ കിട്ടുന്നത് ഏത് സെയിലിന്റെ പകുതി ആയിരിക്കും? ജൂണിൽ വിറ്റതിന്റെ. അപ്പൊ 2,40,000 പകുതി എത്ര? 1,20,000. അപ്പൊ റെസിറ്റ് ഫ്രം ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1,20,000 എഴുതണം. കത്തിയോ? ഒന്നുകൂടെ പറയാം. അതായത് സെയിൽസ് എങ്ങനെയാ? അതായത് സെയിൽസ് 50% സെയിൽസ് ക്യാഷ് സെയിൽസ് ആണ്. അതായത് ക്യാഷിന് വിറ്റതാ. അപ്പൊ നമുക്ക് ക്യാഷിന് വിറ്റാന്ന് പറഞ്ഞാൽ വിൽക്കുമ്പോ അപ്പൊ തന്നെ ക്യാഷ് കിട്ടൂലേ? അപ്പൊ ജൂലൈയിൽ വിറ്റ 2,60,000 പകുതി 1,30,000 നമുക്ക് ജൂലൈ തന്നെ കിട്ടിയിട്ടുണ്ട് ക്യാഷ് സെയിൽസ്. ക്ലിയർ? അപ്പോൾ ഓഗസ്റ്റിലെ 2,00,000-ൻ്റെയോ അതിന്റെ പകുതി 1,00,000 രൂപ നമുക്ക് ഓഗസ്റ്റിൽ. അപ്പം തന്നെ നിങ്ങൾ വേണമെങ്കിൽ എഴുതിപ്പോക്കോ ആ കോളത്തിൽ. അപ്പോൾ പിന്നെ നിങ്ങൾ അത് നോക്കണ്ടല്ലോ. അപ്പോൾ 1,00,000 ഓഗസ്റ്റിൽ എഴുതാം. ഇനി സെപ്റ്റംബറിൽ 1,80,000 അല്ലേ? അപ്പോൾ അതിന്റെ പകുതി എത്രയാ? 90,000. അത് നമ്മൾ സെപ്റ്റംബറിൽ എഴുതി. ആ 3 ഇയറിൽ എഴുതിയത് മനസ്സിലായി? 3 മാസത്തെ എഴുതിയത് ക്ലിയർ ആയോ? പൈസ കൊടുത്തു വാങ്ങിയത് ഹാഫ് ആക്കിയിട്ട് നേരെ അങ്ങോട്ട് എഴുതിപ്പോക്കോ. അപ്പോൾ ആ കോളം ഇനി ആലോചിച്ച് നിങ്ങൾ വെറുതെ സമയം വെറുതെ കളയണ്ടല്ലോ. ഇപ്പൊ തന്നെ അത് 3 കോളം അങ്ങനെ എഴുതി കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് ബാലൻസ് ജൂലൈയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, അത് ഓർമ്മ വേണേ. ഓക്കെ. ഇനി 50% ഫോർ ക്രെഡിറ്റ്. മക്കളെ, ഈ ഓരോ മാസം വിറ്റതിന്റെ
പകുതിയാണ് നമുക്ക് ആ മാസം തന്നെ പൈസ കിട്ടിയേക്കണേ. ബാക്കി പകുതി കടമായിട്ടല്ലേ വിറ്റേക്കണേ. അതിന്റെ പൈസ നമുക്ക് എപ്പോഴാ കിട്ടുക? അടുത്ത മാസം. അപ്പൊ നമുക്ക് ജൂലൈയിൽ കിട്ടുന്നത് ഏത് മാസം വിറ്റതിന്റെ പകുതിയാ? അപ്പൊ ജൂണിൽ വിറ്റത് എത്രയാ? 2,40,000 അല്ലേ? അപ്പൊ 2,40,000 പകുതി എന്ന് പറഞ്ഞാൽ 1,20,000. അത് നമുക്ക് ജൂലൈയില് ഡെറ്ററുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഡെറ്റർ തരാനുള്ള ആളുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പൊ റെസിറ്റ് ഫ്രം എന്നാണ് കേട്ടോ. റെസിറ്റ് ഫ്രം എന്നാണ്. റെസിറ്റ്സ് ഫ്രം ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ 1,20,000. ഇത് ഇപ്പൊ ക്ലിയർ ആയോ ഫിദ? അപ്പൊ ഓഗസ്റ്റില് കിട്ടുന്നതോ? ഓഗസ്റ്റില് ഡെറ്റർ ഏത് മാസത്തെ? സെപ്റ്റംബറിലെ. അങ്ങനെ. അപ്പൊ ഓഗസ്റ്റിൽ കിട്ടുന്നത് ജൂലൈയിലെ പകുതി, അതായത് 2,60,000 പകുതി. അപ്പൊ 1,30,000. ക്ലിയർ ആയോ? കത്തിയോ? അപ്പൊ സെപ്റ്റംബറിൽ കിട്ടുന്നതോ? ഓഗസ്റ്റിന്റെ പകുതി 1,00,000. അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആയോ? ഇതിപ്പോ ഞാൻ ജൂലൈ മാത്രമേ കൂട്ടുന്നുള്ളൂ, കാരണം ഓഗസ്റ്റും സെപ്റ്റംബറും കൂട്ടാൻ അവിടെ ഓപ്പണിംഗ് ബാലൻസ് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ജൂലൈയിലെ ഞാൻ കൂട്ടി. അപ്പൊ 8,000ഉം 1,30,000, 1,20,000 കൂടി കൂട്ടിയപ്പോ 2,58,000. അതെല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നമുക്ക് പേയ്മെന്റിലോട്ട് പോവാം. പേയ്മെന്റ്സ്. അപ്പൊ പേയ്മെന്റ് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കല്ലേ ചെയ്യേണ്ടത്, അല്ലേ? പേയ്മെന്റ്. പക്ഷെ ഈ പർച്ചേസ് മൊത്തം ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ, കടമായിട്ടല്ലേ വാങ്ങിയേക്കണേ? അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞേനെ, പകുതി ക്യാഷ് പർച്ചേസും ബാക്കി പകുതി കടമായിട്ടാണെന്ന് പറഞ്ഞേക്കെ. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്ററിന് നമ്മൾ പൈസ കൊടുക്കുന്നത് തൊട്ടടുത്ത മാസമാണ്. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ. നമ്മൾ എപ്പോഴാണ് പൈസ കൊടുക്കാനുണ്ടാവുക? ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, കടമായിട്ട് സാധനം വാങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പർച്ചേസ് മുഴുവനും എന്ത് പർച്ചേസാണ്? ക്രെഡിറ്റ് പർച്ചേസാണ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ്, അതായത് ജൂണിൽ വാങ്ങിയ പർച്ചേസിന്റെ പൈസ നമ്മൾ എന്നാ കൊടുക്കുക? ജൂലൈ. അപ്പോൾ എത്ര രൂപ? 1,80,000 അല്ലേ ജൂലൈയിൽ കൊടുക്കുക, അല്ലേ? അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ജൂലൈയിൽ അടിയിൽ 1,80,000. അപ്പോൾ അടുത്തതോ? ഓഗസ്റ്റിൽ കൊടുക്കണ എന്ന് പർച്ചേസ് ചെയ്തതിന്റെ പൈസ ആയിരിക്കും ഓഗസ്റ്റിൽ കൊടുക്കുക? ജൂലൈയിൽ പർച്ചേസ് എമൗണ്ട് 1,50,000 90,000. 1,90,000 അപ്പുറത്തെ കോളത്തിൽ എഴുതി. അടുത്തത് അപ്പൊ സെപ്റ്റംബറിലോ? 1,44,000 എഴുതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് വേജസ് ഇല്ലേ? വേജസ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം കറക്റ്റ് അതാത് മാസം നമ്മൾ കൊടുത്തു പോയിട്ടുണ്ട്. അപ്പൊ ജൂലൈയിലെ വേജസ് എത്രയാ? 27,500. ഓഗസ്റ്റില് 22,500. സെപ്റ്റംബറിൽ 23,000. സംശയമുണ്ടോ മക്കളെ? ഇല്ല. ഇനി അഡ്ജസ്റ്റ്മെന്റ് നമ്മളൊരു സാധനം കിടപ്പില്ലേ? പ്ലാന്റ് വാങ്ങിയില്ലേ നമ്മൾ? ഏത് മാസം വാങ്ങിയത് പ്ലാന്റ്? ജൂലൈയിൽ 20,000 രൂപയ്ക്ക് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ പകുതി നമ്മൾ ആ മാസം തന്നെ കൊടുത്തിട്ടുണ്ട്, ബാക്കി പകുതി അടുത്ത മാസം. അപ്പൊ ജൂലൈയിൽ 10,000 രൂപ കൊടുത്തിട്ടുണ്ട്, ഓഗസ്റ്റിലും 10,000 രൂപ പ്ലാന്റ്. ക്ലിയർ? ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാം. പേയ്മെന്റ് ടോട്ടൽ ചെയ്യാം. അപ്പോൾ 1,80,000-ഉം 27,500-ഉം 10,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 2,17,500 കിട്ടും. അപ്പോൾ റെസിറ്റിന്റെ ടോട്ടൽ എത്രയാ? 2,58,000. പേയ്മെന്റിന്റെ ടോട്ടൽ എത്ര കിട്ടിയേക്കണം നമുക്ക്? 2,17,000. അപ്പോൾ അത് മൈനസ് ചെയ്യാം. കിട്ടിയ റെസിറ്റ് ചെയ്ത് പേയ്മെന്റ് കുറച്ചാൽ നമുക്ക് 40,500 ക്ലോസിംഗ് ബാലൻസ് കിട്ടി. ക്ലിയർ? അതായിരിക്കും ഓഗസ്റ്റ് മാസത്തെ എന്തോന്ന്? ഓപ്പണിംഗ് ബാലൻസ്. പിന്നെ അത് ബാലൻസ് ചെയ്യാലോ. ഓഗസ്റ്റിന്റെ റെസിറ്റിന്റെ ടോട്ടൽ എടുക്കുക, അത് പേയ്മെന്റിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 48,000 കിട്ടും ക്ലോസിംഗ് ബാലൻസ്. ആ 48,000 ആയിരിക്കും ഏത് മാസത്തെ ഓപ്പണിംഗ്?
സെപ്റ്റംബർ. 40,000. അത് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് 71,000 ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ എല്ലാവരും ക്യാഷ് ബഡ്ജറ്റ് സെറ്റായോ? ഇപ്പൊ സെറ്റായി. ബാലൻസ് ഒന്നും കൂടെ പറഞ്ഞുതരുമോ? അതായത് റെസിറ്റിന്ന് പേയ്മെന്റ് കുറയ്ക്കുക. റെസിറ്റിന് ടോട്ടൽ ഇല്ലടാ, റെസിറ്റിന് ടോട്ടൽ ഇല്ലേ, അതിന് പേയ്മെന്റ് ടോട്ടൽ കുറയ്ക്കുക. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓപ്പണിംഗ് ബാലൻസ് കൂടി കൂട്ടിയപ്പോഴല്ലേ 2,58,000 കിട്ടിയ ജൂലൈയുടെ. ക്വസ്റ്റിൽ തരും, ജൂലൈയിലെ ക്വസ്റ്റിൽ തരും. അപ്പോൾ 2,58,000 ആണ് ജൂലൈയിലെ ടോട്ടൽ. പേയ്മെന്റിന്റെ ടോട്ടൽ 2,17,500. അപ്പോൾ 2,58,000 നിന്ന് 2,17,500 കുറച്ചപ്പോൾ 40,500 ക്ലോസിംഗ് ബാലൻസ് കിട്ടി. ക്ലിയർ ആയോ? ആ 40,500 ആയിരിക്കും ഓഗസ്റ്റ് മാസത്തെ ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ 48,000 കിട്ടും. അതായിരിക്കും സെപ്റ്റംബറിൽ ഓപ്പണിംഗ്. ക്ലിയർ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണുന്നുണ്ടോ സ്ക്രീൻ? സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആണ്. ക്വസ്റ്റ്യനിൽ ഏപ്രിൽ തൊട്ട് 3 മാസത്തെ വരയ്ക്കാനാണ് പറഞ്ഞേക്കണേ കേട്ടോ. ക്വസ്റ്റ്യൻ അതിൽ ഫസ്റ്റത്തെ ലൈൻ ഇല്ലാതെ പോയി. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂണിലാണ് വരയ്ക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ കോളം എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ജൂൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനുവരി മുതലുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചോ. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ചേ. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് ഇൻ മെയ് 4,000, പർച്ചേസ് ഓഫ് പ്ലാൻ ഇൻ ഏപ്രിൽ 10,000. എന്താ അതിൻ്റെ അർത്ഥം? മെയ് മാസത്തിൽ ഇൻകം ടാക്സ് അഡ്വാൻസ് അപ്പോൾ പേയ്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മെയ് മാസത്തിൽ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് മെയ് മാസത്തിൽ മാത്രം ഒരു 4,000 കാണിക്കണം കേട്ടോ പേയ്മെന്റിൽ കേട്ടോ. അതുപോലെ നമ്മൾ പ്ലാന്റ് ഏപ്രിലിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര രൂപയ്ക്ക് പ്ലാൻ മേടിച്ചേക്കണേ? അപ്പോൾ ഏപ്രിൽ മാസത്തിൽ മാത്രം എന്ത് കാണിച്ചാൽ മതി? പ്ലാന്റ് കാണിക്കുക. പർച്ചേസ് ഓഫ് പ്ലാന്റ് ഏപ്രിലിൽ മാത്രം 10,000. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നോക്കി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്. ₹2 പേയബിൾ ഈച്ച് മന്ത്. എന്നതിനർത്ഥം എല്ലാ മാസവും വാടക കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റിൽ റെന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 3 മാസവും 300 300 300 എഴുതണം. ക്ലിയർ ആയോ? 10% ഓഫ് പർച്ചേസസ് ആൻഡ് സെയിൽസ് ആർ ഇൻ ക്യാഷ് ടേംസ്. എന്താ അതിൻ്റെ അർത്ഥം? പർച്ചേസും സെയിൽസും ക്യാഷിലാണ് നടന്നിട്ടുള്ളത്. 10%. 10% ക്യാഷ് ഉള്ളൂ. ബാക്കി 90% എന്താ? ക്രെഡിറ്റ്. ക്ലിയർ ആയോ? കത്തിയോ? അപ്പോൾ റെസീറ്റ് നിങ്ങൾ പറഞ്ഞേ. ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ നമ്മൾ ഏപ്രിൽ, മെയ്, ജൂണിലല്ലേ. അപ്പോൾ ഏപ്രിൽ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്ര എഴുതണ്ടേ? അല്ല, ഏപ്രിൽ, മെയ്, ജൂണിലല്ലേ നമ്മൾ ചെയ്യണേ. അല്ല, നമ്മള് ഏപ്രിൽ, മെയ്, ജൂണിലേ. എടാ നമ്മള് ക്യാഷിന് വിൽക്കുമ്പോ അപ്പൊ തന്നെ ആ മാസം കിട്ടൂലേ? അപ്പൊ ക്യാഷ് സെയിൽസ് എത്രയാ ഏപ്രിലില്? 90,000. എത്ര ശതമാനം? 9,000. ദൈവമേ, അപ്പുറത്ത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേക്കണേ. അപ്പുറത്ത് കടമായിട്ട് വിറ്റപ്പോഴാണ് തൊട്ട് മുമ്പത്തെ മാസം എന്ന് പറഞ്ഞത്. ക്യാഷ് ആ മാസം തന്നെ എടുത്തേക്കണേ. ജൂലൈയിലെ സെയിൽസ് എത്രയാ? 2,60,000 അല്ലേ? അതിന്റെ പകുതി 1,30,000 ഞാൻ എടുത്തേക്കണേ ക്യാഷ് സെയിൽസ്. ക്യാഷിന് വിൽക്കാന്ന് പറഞ്ഞ അർത്ഥം ആ മാസം തന്നെ ക്യാഷ് കിട്ടിയെന്നല്ലേ അർത്ഥം. അപ്പൊ ആ മാസത്തെ സെയിൽ ആ മാസം തന്നെ കിട്ടിയില്ലേ? അത് ക്യാഷ് സെയിൽസും ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ മാത്രം. ക്രെഡിറ്റ് ആകുമ്പോ ക്വസ്റ്റ്യനിൽ പറയും എത്ര മാസം സമയം പിടിച്ചിട്ടുണ്ട്. 1 മാസം ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ എടുക്കണം. 2 മാസം ആണെങ്കിൽ അതിന് മുമ്പത്തെ എടുക്കണം.
അപ്പൊ 2 ഇവിടെ മാസമാണ് ഫെബ്രുവരി. തന്നെ അതിനായിരിക്കും തന്നിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി 10% പർച്ചേസും 10% സെയിലും ക്യാഷാണ്. ക്യാഷിനെ വിറ്റേക്കണതും വാങ്ങിയേക്കണതും. അപ്പൊ നമുക്ക് ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏപ്രിലിൽ 90,000 രൂപയ്ക്കല്ലേ മൊത്തം വിറ്റേക്കണേ. അതിൽ 10% നമ്മൾ ക്യാഷിനെ വിറ്റേക്കണേ. അപ്പൊ അന്ന് തന്നെ നമുക്ക് ആ മാസം തന്നെ ക്യാഷ് കിട്ടിയില്ലേ. അപ്പൊ 90,000-ന് 10% 9,000, 85,000-ന് 8,500, 80,000-ന് 8,000. അപ്പൊ ക്യാഷ് സെയിൽസ് കിട്ടിയത് മനസ്സിലായോ? മനസ്സിലായി. ഇനി പർച്ചേസ് ഉണ്ട് കേട്ടോ ഇവിടെ. നേരത്തെ പർച്ചേസ് ഫുള്ള് ക്രെഡിറ്റ് പർച്ചേസ് അല്ലായിരുന്നേ, അല്ലേ? ഇവിടെയോ 10% എന്ത് പർച്ചേസാ? ക്യാഷ് കൊടുത്ത വാങ്ങിക്കണേ. അപ്പോ ഏപ്രിലിലെ പർച്ചേസ് എത്രയാ? 50,000-ന്റെ 10%. 50,000-ന് 10% 5,000 വരും. കണ്ടോ, ക്യാഷ് പർച്ചേസ് 5,000. അടുത്തത് 4,500, 3,500. ക്ലിയർ ആയോ ക്യാഷ് പർച്ചേസ് പേയ്മെന്റില്? ഇനി നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നോക്കി. ക്രെഡിറ്റ് പർച്ചേസസ് ആർ പെയ്ഡ് ആഫ്റ്റർ 1 month. എന്താ അതിനർത്ഥം? അപ്പൊ നമ്മള് ഏപ്രിലില് നമ്മള് പൈസ കൊടുക്കുന്നത് ഏത് മാസം വാങ്ങിയതിന്റെ 90%? അപ്പൊ 42,000 അല്ലേ മാർച്ചിലെ പർച്ചേസ് അല്ലേ? ആ 42,000-ൽ എത്ര ശതമാനം എടുക്കണം? 90% അല്ലേ ക്രെഡിറ്റ്. അത് ഓർമ്മ വേണം കേട്ടോ. അപ്പൊ 42,000 ഇൻറ്റു 90%, 50,000 ഇൻറ്റു 90, 45,000 ഇൻറ്റു 90. അപ്പൊ നമുക്ക് ആ 3 മാസത്തെ ക്രെഡിറ്റ് കിട്ടും. ക്ലിയർ ആയോ? ഇവിടെ 10% ക്യാഷ്, ബാക്കി 90 അപ്പൊ ക്രെഡിറ്റ് ആവില്ലേ? അപ്പൊ പർച്ചേസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ക്രെഡിറ്റേഴ്സിന് അത് ക്ലിയർ ആയി. അടുത്ത നോക്കി, അത് ശ്രദ്ധിച്ചോട്ടാ. ക്രെഡിറ്റ് സെയിൽസ് ആർ കളക്റ്റഡ് ആഫ്റ്റർ 2 months. എന്താ അതിനർത്ഥം? കടത്തിന് വാങ്ങിയ സെയിൽസ് 2 മാസം കഴിഞ്ഞിട്ടാ വാങ്ങിയത്. നമുക്ക് പൈസ കിട്ടണേ. അപ്പൊ നമുക്ക് ഏപ്രിലിൽ കിട്ടുന്നത് ഏത് മാസം വിറ്റതിന്റെയാ? ഫെബ്രുവരിയിലെ സെയിലിന്റെ 90% അല്ലേ? അപ്പൊ 80,000-ന്റെ 90% ആണ് നമുക്ക് എന്ത് വരിക? റെസിറ്റ് ഫ്രം ഡെറ്റർ എന്ന് പറഞ്ഞ് വരിക. അപ്പൊ 80,000 ഇൻറ്റു 90/100 72,000. അപ്പൊ മെയിലോ? അതും 80,000 തന്നെയല്ലേ. അപ്പൊ 80,000 ഇൻറ്റു 90/100 72,000. അപ്പോ ജൂണിലോ? അപ്പൊ 90,000 ഇൻറ്റു 90/100 81,000. ക്ലിയർ ആയോ? കത്തിയ കുറച്ച് ഡിഫിക്കൽട്ട്. ഇതൊന്ന് ഇരുത്തി വായിച്ച് നോക്കി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിടാ. ഇരുത്തി ഒന്ന് വായിച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. അല്ല ചെയ്യാൻ പറ്റുന്നതോളം മാക്സിമം ചെയ്ത് വെക്കുക കേട്ടോ. വരാം. എസ് ഒക്കെ ആയിട്ട് വരണമെങ്കിൽ എസ് വരുള്ളൂ. മുന്നത്തെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. അതാണ് ഞാൻ എളുപ്പമുള്ളത് മാത്രം പഠിപ്പിച്ചിട്ട് ഇനി എളുപ്പമുള്ളത് വന്നില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഉള്ള ഐറ്റംസ് കൂടി പഠിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി 5ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നോക്കിക്കേ. ടൈം ലാഗ് ഇൻ വേജസ് ആൻഡ് എക്സ്പെൻസസ് ഹാഫ് മന്ത്. വേജസിലും എക്സ്പെൻസിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. വേജസും എക്സ്പെൻസും എത്ര സമയം പിടിക്കുന്നു പറഞ്ഞേക്കണേ? ഈ അരമാസം വരും. ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചോ. അരമാസം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഏപ്രിലെ വേജ് എത്രയാ? ഏപ്രിലെ വേജസ് തൊട്ട് മുമ്പത്തെ മാസത്തിലെ വേജസോ? അപ്പൊ മാർച്ചിലെ പകുതിയും ഏപ്രിലെ പകുതിയും കൂടി എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. മാർച്ചിലെ പകുതി എത്ര? 22,000-ന്റെ പകുതി എത്രയാ? 11,000 ആണോ? 11,000 12,000 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടിയ? 11 + 12 23,000 അല്ലെ? അപ്പൊ 23,000 ആണോ നമ്മുടെ വേജസ് നോക്കി? യെസ്, കണ്ടോ? ഇനി അടുത്ത മെയിൽ എങ്ങനെയാ കാണാൻ വേജസ് പറഞ്ഞത്? നിങ്ങൾ പറയും. അതന്നെ. ഏപ്രിലിലെ പകുതി 12,000, മെയിലെ പകുതി 10,000 ആയിരിക്കും. 20,000-ന്റെ അല്ലേ? അപ്പൊ 22,000. നോക്കി ശരിയാണോ? 22,000. യെസ്, കറക്റ്റ്. കത്തിയാ?
കത്തിയില്ലേ? കത്തി നേരത്തെ കത്തിച്ചാ നോക്കാണ്. ഇനി ജൂണിൽ പറഞ്ഞോ, ജൂണിൽ എങ്ങനെ വേജസ് എടുക്കുക? ഏപ്രിലത്തെ മെയ്ത്തെ പകുതി. മെയ്യിലത്തെ പകുതിയും ജൂണിലത്തെ പകുതിയും. മെയ്യിലത്തെ പകുതി 20,000 പകുതി 10,000, ജൂണില് 18,000 പകുതി 9,000. അപ്പൊ 10,000 9,000 19,000. കറക്റ്റ് അല്ലേ? ക്ലിയർ ആയോ ഇതാ? ഹാഫ് മന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കുക? തൊട്ട് മുമ്പത്തെ മാസത്തെ ഹാഫും ആ മാസത്തെ ഹാഫും, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ജൂണിൽ എങ്ങനെ എടുക്കുക? നേരത്തെ പറഞ്ഞത് ഏപ്രിലും മെയ് എന്നാണ് പറഞ്ഞത്. അപ്പൊ വേജസ് കിട്ടിയ പോലെ തന്നെ എക്സ്പെൻസും. അപ്പൊ എക്സ്പെൻസ് പറഞ്ഞോ, ഏപ്രിൽ എങ്ങനെ എക്സ്പെൻസ് എടുക്കുക? 7,000 മാർച്ചും ഏപ്രിലും. അപ്പൊ 6,000 പകുതി 3,000, 7,000 പകുതി 3,500. അപ്പൊ 3,000 3,500 6,500. സെറ്റ് അല്ലേ? അടുത്ത മെയ് 7,000 പകുതി 3,500, മെയ്യിലെ 6,000, 6,000 പകുതി 3,000. അപ്പൊ അതും 7,500. സെറ്റ്. അടുത്ത നിങ്ങൾ പറഞ്ഞേ, ജൂണിലെ എക്സ്പെൻസ് എങ്ങനെയാ കാണാ? വെരി ഗുഡ്. 2,500 3,000 അല്ലേ? അപ്പൊ 5,500. സെറ്റ്. യെസ്, കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടല്ലോ, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഓൺ April 1. ഏപ്രിൽ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. എത്ര ഏപ്രിൽ ഓപ്പണിംഗ് ബാലൻസ്? 13,000. അത് ടോട്ടൽ ചെയ്തു. അതിൽ നിന്ന് പേയ്മെന്റിന്റെ ടോട്ടൽ എടുത്തിട്ട് കുറച്ചു. അപ്പൊ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടി. അതായിരിക്കും മെയ് മാസത്തെ ഓപ്പണിംഗ്. എന്ത്? അല്ല, ഫസ്റ്റ് നമ്മൾ പേയ്മെന്റ് എഴുതി, പിന്നെ റെസിപ്റ്റ് എഴുതി, പിന്നെ ഓപ്പണിംഗ് ലാസ്റ്റ് എഴുതി. എന്തൊക്കെയാ കാട്ടണേ? ഇല്ലില്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റിലെ ക്വസ്റ്റിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അവസാനല്ലേ തന്നേക്കണേ, ഏപ്രിൽ മാസത്തെ. അഡ്ജസ്റ്റ്മെന്റ് ഫസ്റ്റ് നമ്മള് ഹെഡിങ്ങും ഇതൊക്കെ തിരിച്ചു വെക്കണല്ലേ? അതെന്നെ ചെയ്ത് വെക്കണം, എന്നിട്ടേ ചെയ്ത് തുടങ്ങാവൂ നമ്മള്. എന്നിട്ട് റെസിപ്റ്റിന്റെ അവിടെ എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ആദ്യം എഴുതി വെക്കണം, ഏറ്റവും അവസാനം ക്ലോസിംഗ് ബാലൻസ് എഴുതണം കേട്ടോ. ഓപ്പണിംഗ് ബാലൻസ് ഫസ്റ്റ് മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. എത്രയാ? 13,000. മെയിലെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ നിന്ന് കിട്ടുക? പേയ്മെന്റ് കുറയ്ക്കുമ്പോ 11,400 കിട്ടും ക്ലോസിംഗ് ബാലൻസ്. അതായിരിക്കും മെയ് മാസത്തെ ഓപ്പണിംഗ്. ഓക്കെ, സെറ്റ് ആയോ എല്ലാവർക്കും? ക്യാഷ് ബഡ്ജറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് കേട്ടോ.